നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിട്ട് വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. പലപ്പോഴും നമ്മൾ ബിഗിനേഴ്സായിട്ട് ഇരിക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം റോഡിലോട്ട് വാഹനം ഇറക്കുമ്പോൾ ഈ സിഗ്നലിൽ പലപ്പോഴും നമ്മൾ വറീഡായിട്ട് വാഹനം ഓഫായി പോകാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വറീഡ് ആവുകയോ നെർവസ് ആവുകയോ ചെയ്യരുത്. വറീഡ് ആവുകയോ നെർവസ് ആവുകയോ ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് വാഹനം ഓഫാകും. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കൂളായിട്ടിരിക്കുക. ഇപ്പോൾ ഫ്രണ്ടിൽ റെഡ് ലൈറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് വാഹനം നിർത്തേണ്ടതായിട്ട് വന്നു. ഞാനിപ്പോൾ ബ്രേക്ക് അമർത്തി, ഫുള്ളായിട്ട് ബ്രേക്ക് അമർത്തി, ക്ലച്ചും ഫുള്ളായിട്ട് അമർത്തി. പലരും ഹാഫ് ക്ലച്ച് പൊസിഷനിൽ വാഹനം ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചേറെ നേരം നമ്മൾക്ക് വാഹനം നിർത്തിയിടേണ്ടി വരുവാണെങ്കിൽ ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്ലച്ച് പാഡ്സിന് കൂടുതൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഫുള്ളായിട്ട് അമർത്തുക, ക്ലച്ചും ഫുള്ളായിട്ട് അമർത്തുക, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് വെക്കുക. ഹയർ ഗിയർ ആണെങ്കിൽ വാഹനം ഓഫായി പോകാനുള്ള ചാൻസസ് ഉണ്ട്, സെക്കൻഡ് ഗിയർ ആണെങ്കിൽ. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ മുകളിലുള്ള ലോഡും കൂടും. അപ്പോൾ എപ്പോഴും നിങ്ങൾ സിഗ്നലിൽ നിർത്തിയിടുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുക. പിന്നെ 2 മിനിറ്റിലൊക്കെ ഏറെ നേരം നിങ്ങൾക്ക് നിർത്തിയിടണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹാൻഡ് ബ്രേക്കും കൂടെ ഇട്ട് വെക്കുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് അതാണ് രണ്ടാമത്തെ ബെസ്റ്റ് മെത്തേഡ്. അതാണ് നിങ്ങൾ ക്ലച്ച് അമർത്തുക, ബ്രേക്കും അമർത്തുക, എന്നിട്ട് ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഫുഡ് ബ്രേക്കിൽ നിന്നും ക്ലച്ചിൽ നിന്നും നമ്മൾക്ക് കാല് എടുത്തിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ബ്രേക്ക് അമർത്തുക, ഫുള്ളായിട്ട് ക്ലച്ചും അമർത്തുക. ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വാഹനം മൂവ് ചെയ്യുമ്പോൾ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഹാഫ് ക്ലച്ച് ആയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, വാഹനം മൂവ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ച ഈ വീഡിയോയിൽ കൂടെ. അപ്പോൾ വീണ്ടും എടുത്തു പറയുവാണ്, വാഹനം ഓഫായി പോകുന്ന പ്രധാനപ്പെട്ട കാരണം പാനിക്കിൽ വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകും. ചിലപ്പോൾ തേർഡ് ഗിയറിൽ തന്നെ ആയിരിക്കും വാഹനം നിർത്തിയിടുന്നത്. എന്നിട്ട് തേർഡിൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കുവാണെങ്കിൽ പലപ്പോഴും വാഹനം ഓഫായി പോകാറുണ്ട്. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുക, ഇപ്പോൾ കൂടുതൽ നേരത്തേക്കാണ് നമ്മൾക്ക് വാഹനം നിർത്തേണ്ടതെങ്കിൽ വാഹനം ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. കാരണം നമ്മൾക്ക് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുത്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. കുറച്ച് നേരം മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ബ്രേക്ക് അമർത്തുക, ഫുള്ളായിട്ട് ക്ലച്ചും അമർത്തുക. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടണോ വേണ്ടായോ ആ മെത്തേഡ് നമ്മുടെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലർക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മൾ എന്തായാലും ഫുള്ളായിട്ട് ക്ലച്ച് അമർത്തുക. അധികം നേരം ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്യുന്ന ക്ലച്ച് പ്ലാഡ്സിന് തേയ്മാനം സംഭവിക്കും. ഫുള്ളായിട്ട് ബ്രേക്കും ഫുള്ളായിട്ട് ക്ലച്ചും അമർത്തുക. സിഗ്നൽ ഗ്രീൻ ആവുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ടപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് ആയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, വാഹനം മൂവ് ആവാൻ തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം സ്വാഭാവികമായിട്ട് പുതുതായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചെടുക്കുമ്പോൾ ഓഫായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബാക്കിൽ നിന്ന് ഭയങ്കര ഹോണടി ഒക്കെ ആയിരിക്കും. അപ്പം ഈ ബാക്കിൽ ഹോൺ അടിക്കുന്ന ആൾക്കാർ ഈ പരിസ്ഥിതി കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ അതിനെ കാര്യമാക്കണ്ട, കൂളായിട്ടിരിക്കുക, ശ്രദ്ധിച്ച് വാഹനം എടുക്കുക. ഗിയർ എപ്പോഴും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എടുക്കുക. ഹാഫ് ക്ലച്ച് ആയതിന് ശേഷം മാത്രമേ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യാവൂ. അല്ലെങ്കിൽ വാഹനം ബാക്കിലോട്ട് റോൾ ബാക്ക് പുറകോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കൂളായിട്ടിരിക്കുക, വാഹനം നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കുറച്ച് പ്രാക്ടീസിന് ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിട്ടമാവും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.